ഹലോ ഗൈസ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു. ഞാൻ അശ്വതിയാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തുത്തുക്കുട്ടിയെ നമ്മൾ തെർമൽസൊക്കെ ഇട്ട് റെഡിയാക്കി ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. ഇപ്പോൾ സമയം രാത്രി 2 മണിയാണ് കേട്ടോ. നമ്മൾ അബുദാബി എയർപോർട്ടിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല റോഡൊക്കെ നല്ല വിശാലമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ടൈം ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് കാറൊക്കെ ഒന്ന് മാറി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അബുദാബിയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കാർ എടുത്തിട്ടാണ് അവിടുന്ന് അവിടെ നമ്മുടെ കാർ എടുത്തിട്ട് പാർക്കിങ്ങിൽ ഇട്ടിട്ട് അവൻ്റെ കാറിലാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ കാറ് മാറി കയറിയതൊന്നും തുത്തുക്കുട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവിടെ എത്തിയിട്ട് നമ്മൾ വിളിച്ചപ്പോഴാണ് ആളെ എണീറ്റ് വരുന്നത്. അപ്പോഴാണ് ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ തിരിച്ചു പോകും കേട്ടോ. നമ്മുടെ കൂടെ യാത്രയ്ക്ക് വരുന്നില്ല. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തെർമൽസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏട്ടന് ചെറിയൊരു കോൾഡിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലവും അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അബുദാബി എയർപോർട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അബുദാബി എയർപോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ ഷാർജയോ അല്ലെങ്കിൽ ദുബായ് എയർപോർട്ടിൽ നിന്നാണ് പോകാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു എയർപോർട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ അതിനകത്ത് കയറിയപ്പോൾ അത്ര നല്ല ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒത്തിരി സമയം നമ്മൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തിട്ടാണ്, ഓൺലൈൻ വഴി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് കൂടി ഒരുപാട് സമയം നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അത് ഒരു പക്ഷേ നമ്മളെടുത്ത ഫ്ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വിസയറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തെങ്കിൽ പോലും ഓൾമോസ്റ്റ് ഒരു 1 അവറോളം വീണ്ടും നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഇമിഗ്രേഷനിലാണെങ്കിൽ പോലും ഇമിഗ്രേഷനല്ല, ഫ്ലൈറ്റിലേക്കുള്ള എൻട്രിയിൽ പോലും ഒത്തിരി സമയം നമ്മളവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഫുഡ് കഴിക്കാനോ അതിനൊന്നും ഉള്ള ഒരു സമയം എയർപോർട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിനാണ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത് പോലും. 7 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4:30, 5 o'clock അകത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ഒന്നിനും ടൈം തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിസയർ ഫ്ലൈറ്റ് എടുക്കുന്നവരുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ടൈം നേരത്തെ എത്താനൊക്കെ ആയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. നമ്മൾ അവിടുന്ന് ഡോളർ ചേഞ്ച് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നീണ്ട കാത്തിരിപ്പിന് ശേഷം, കാത്തിരിപ്പല്ലായിരുന്നു ആക്ച്വലി, വറി ആയിരുന്നു കേട്ടോ. ഫുള്ള് ക്യൂവും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതേ ഫുഡൊന്നും കഴിക്കാനൊന്നും പറ്റിയതുമില്ല. ഫ്ലൈറ്റിലേക്കുള്ള ബസ്സിൽ ആദ്യമേ കയറിയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. ഇതാണ് കേട്ടോ വിസയർ ഫ്ലൈറ്റ്. അത്യാവശ്യം വലിയ ഫ്ലൈറ്റാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് വിസയറിൽ ട്രാവൽ ചെയ്യുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡോർ ഓപ്പൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റെപ്പിൽ കയറിയിട്ട് പോലും നമ്മൾ ഒത്തിരി സമയം അവിടെയും നമ്മൾ പോസ്റ്റായി ഗൈസ്. അങ്ങനെ തന്നെ ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ കയറിയപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ ഫുഡ് വരുമ്പോൾ നമുക്കത് വാങ്ങിച്ച് കഴിക്കാമെന്നായിരുന്നു. പക്ഷേ തുത്തുക്കുട്ടിയും ഏട്ടനും ഫ്ലൈറ്റിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് സൈഡായിട്ടോ രണ്ടുപേരും കിടന്നുറങ്ങാൻ തുടങ്ങി. പിന്നെ ഫുഡ് വന്നപ്പോഴൊന്നും അവർ എണീറ്റതുമില്ല, നമ്മൾ വാങ്ങിയതുമില്ല കേട്ടോ ഫുഡ്. അങ്ങനെ അതേ ജോർജിയ എത്തിയിരിക്കുകയാണ്. നമ്മൾ ജോർജിയയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ ഏകദേശം ലാൻഡിങ്ങിൻ്റെ ടൈമൊക്കെ എത്തി. എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റില്ല കേട്ടോ. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് വരെ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും ഉറങ്ങുകയാണെങ്കിൽ പോലും ഞാൻ ഉണർന്നായിരുന്നു ഇരുന്നിരുന്നത്. ഓൾമോസ്റ്റ് 4 hours അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അബുദാബിയിൽ നിന്ന് ജോർജിയയിലേക്ക്. എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ എന്ന് പറയുന്നത്. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗം എന്നൊക്കെ പറയില്ലേ, കേട്ട് കേൾവിയല്ലേ ഉള്ളൂ അതിനെക്കുറിച്ച്. ശരിക്കും ഒരു സ്വർഗത്തിലൂടെ യാത്ര ചെയ്യുന്നൊരു ഫീലായിരുന്നു കേട്ടോ. നിറയെ മേഘങ്ങൾക്കിടയിലൂടെയും അതുപോലെ താഴേക്ക് നോക്കുമ്പോൾ നിറയെ മഞ്ഞ് മലകളൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അത് എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. ആക്ച്വലി അത് നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരുന്നു. എൻ്റെ കുറേ സമയം ഞാൻ ഫ്ലൈറ്റിൽ പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ പോയി എന്നുള്ളതാണ്. ഈ ഒരു വ്യൂ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേടിയൊക്കെ മറന്നുപോയി കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് നേരം അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ ഫോൺ നിറയെ ഞാൻ ഒരുപാട് വീഡിയോസ് എടുക്കുകയും ചെയ്തു.
ഇങ്ങനെയൊക്കെയാണെങ്കിലും തുത്തുക്കുട്ടിയും ഏട്ടനും ഭയങ്കര ഉറക്കമാണ് കേട്ടോ. അപ്പം ഞാനിവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. എങ്കിൽ പോലും അവർ ഭയങ്കര ടയേർഡാണ് കേട്ടോ. ഏട്ടൻ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഉറങ്ങാത്തത് കൊണ്ടും ഒക്കെ ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. കണ്ണൊക്കെ നല്ല വേദനയും ചുമന്ന കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും അതെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് ലാൻഡിങ്ങിൻ്റെ ഒരുപാട് മുൻപ് തൊട്ട് തന്നെ ഈ ഒരു വ്യൂ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ. ഞാനിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സത്യത്തിൽ ഈ ഒരു വ്യൂ മാത്രമാണ് കേട്ടോ ജോർജിയയിൽ കണ്ടിട്ടുള്ളത്. ജോർജിയയിലേക്ക് നമ്മൾ ഇവിടുന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെയാണ് നമ്മൾ പോയതെങ്കിലും നമുക്ക് അവിടെ എത്തിയപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ട് നമുക്ക് ഒറ്റ സ്ഥലം പോലും കാണാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം ഞാൻ വഴിയെ പറയാം. ഈ ഒരു വ്യൂ കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വർഗത്തിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളത്. ശരിക്കും അതുപോലെയായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഒട്ടും പാരാഗ്ലൈഡിങ്ങോ അതൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാട്ടോ. പക്ഷേ എനിക്ക് എന്തോ ഇത് കണ്ടപ്പോൾ ഈ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഒരു പാരച്യൂട്ടൊക്കെ എടുത്ത് ചാടാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിപ്പോയിട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ താഴെ കാണുന്നതൊക്കെ കരിഞ്ഞു നിൽക്കുന്ന മരങ്ങളാണ് കേട്ടോ. കാരണം കരിഞ്ഞ് നിൽക്കുന്ന ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് തണുപ്പായതുകൊണ്ട് അത്രയ്ക്ക് തണുപ്പായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ ഇറങ്ങാൻ പോകുന്ന എയർപോർട്ട് കുട്ടൈസി എയർപോർട്ടാണ് കേട്ടോ. അതൊരു ഫാമൊക്കെ ആയിട്ടുള്ള ഒരു വില്ലേജാണ് കേട്ടോ. ഭയങ്കര ഒരുപാട് ആളുകളൊന്നും ആ ഏരിയയിൽ ഉണ്ടായിട്ടില്ല. ഒരു പിന്നെ വീടുകളൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലൊക്കെ വീടിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ തന്നെയായിരുന്നു. വളരെ കുറച്ച് ഒരുപാട് ലാൻഡും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോരോ വീടുകളൊക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു ഏരിയയിൽ. നമ്മളങ്ങനെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ലാൻഡ് ചെയ്തപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ദുബായിലൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിലും ഇൻ്റർനാഷണൽ ട്രിപ്പായിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ തുത്തുക്കുട്ടി കുറച്ച് മുമ്പേ തന്നെ എണീറ്റ് ഈ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനും ഭയങ്കര ഇഷ്ടമായിട്ട് തന്നെയാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്കിവിടെ വിൻ്റർ വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടൈമിൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം സ്നോഫോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം വലിയൊരു ക്യൂ തന്നെ. ഈ ഒരു ഫ്ലൈറ്റിൽ വന്ന ആളുകൾ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ക്യൂ നിൽക്കാനായിട്ട്. ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ കുട്ടൈസി എയർപോർട്ട്. നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നമ്മൾക്ക് എക്സിറ്റ് ആണ് കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗൈഡും ഡ്രൈവറും ഒക്കെ ആയിട്ടുള്ള ടിഡോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുത്തുക്കുട്ടി ടിഡോ അങ്കിൾ എന്നാണ് അവനെ പറയുന്നത്. അപ്പോൾ നമ്മളും അതെ ടിഡോ അങ്കിൾ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആള് വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഭയങ്കര പാവമായിട്ടുള്ള ഒരാളാണ് കേട്ടോ. നമ്മളെ ഒത്തിരി അവിടെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മളൊരു സ്ഥലം കാണാനായിട്ടാണല്ലോ പോകുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം കാണാനൊന്നും ആയിരുന്നില്ല ആവശ്യമുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് മറ്റു പല കാര്യങ്ങൾക്കായിരുന്നു ഹെൽപ്പ് ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ എത്തി. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഏട്ടനും ടിഡോയും കൂടെ പോയിട്ട് സിം കാർഡൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെടുത്ത പാടെ നമ്മൾ കാറിൽ കയറി നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ പോകുന്ന വഴിക്കുള്ളൊരു ഡെസ്റ്റിനേഷനിൽ കയറി അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്നാണ് ടിഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഫുഡും കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും പറ്റിയൊരു നല്ലൊരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു നല്ലൊരു സൂപ്പർ മാർക്കറ്റോ ഒന്നും തന്നെ പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് ഒരു ഡള്ളായിട്ടുള്ളൊരു പ്ലേസാണ്. ഡൾ മീൻസ് ഒത്തിരി ആളുകളില്ല, റോഡിലൊന്നും ഒരാൾ പോലും ഇല്ല, അത്രയ്ക്ക് തണുപ്പുമാണ്. വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾതാമസമൊന്നും ഇല്ലാത്ത വീട് പോലെയായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ഏരിയയിൽ പൊതുവേ ആളുകൾ കുറവാണെന്നാണ് ടിഡോ പറഞ്ഞത്. പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ദുബായിൽ പട്ടിയൊക്കെ നമ്മളങ്ങനെ പുറത്തൊന്നും കാണുന്നില്ലല്ലോ. തുത്തുക്കുട്ടി കുറച്ച് അതിനെ കണ്ടപ്പോൾ അവന് പേടിയൊന്നുമില്ല. പിന്നെ എനിക്കാണ് ഇതിനൊക്കെ കാണുമ്പോൾ പേടി. ആൾ ഭയങ്കര ചില്ലായിരുന്നു കേട്ടോ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്തൊക്കെ. പക്ഷെ കാറിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും തുത്തുക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഒരു ടയേർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡിൻ്റെ ഒക്കെ കുറവുകൊണ്ടായിരിക്കാം അങ്ങനെ. കാരണം നമ്മളിവിടെ വീട്ടിൽ നിന്നൊക്കെ കറക്റ്റ് ടൈമിലൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നതാണല്ലോ.
അപ്പോൾ ഫുഡിൻ്റെയൊക്കെ കുറവ് കൊണ്ടും പിന്നെ ഉറക്കക്ഷീണം കൊണ്ടും ഒക്കെ ആയിരിക്കാം അവനിങ്ങനെ ടയേർഡായതെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതുകൊണ്ടൊന്നും ആയിരുന്നില്ല കേട്ടോ. ആൾക്ക് ചെറിയൊരു ഫീവറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉള്ളിൽ ആൾക്ക് അങ്ങനെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് എനിക്കത് മനസ്സിലായതുമില്ല. ഞാൻ ഓർത്ത ഫുഡ് കഴിക്കാഞ്ഞിട്ടായിരിക്കും എന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് ബർഗർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാൻ കൊടുത്തെങ്കിലും തുത്തൂട്ടി അതൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളും അതെ, അവൻ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും റൂമിലേക്ക് എത്തിയാൽ മതി എന്നായി. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു ഒരു ഹിൽ ഏരിയയിലേക്കാണ്, ഒരു ഓഫ് റോഡാണ്. അപ്പോൾ അതുകൊണ്ട് ടിരോൻ്റെ കാർ അങ്ങോട്ട് പോവില്ല, വേറെ ഒരു ജീപ്പിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു 5 സ്ഥലം അടുത്തടുത്തടുത്തായിട്ട് നമുക്ക് കാണിച്ചു തരാമെന്ന് ആണ് പറഞ്ഞത്. അപ്പോൾ അതോടെ കണ്ടിട്ട് വേണം നമുക്ക് റൂമിലേക്ക് പോകാനായിട്ട്. ഈ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ടിബ്ലിസിയിലെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ഏകദേശം 4 to 5 hours ഡ്രൈവ് ഉണ്ട്. പിന്നെ സ്നോഫോൾ ഉള്ളതുകൊണ്ട് കൂടാൻ സാധ്യതയുണ്ടെന്ന് ടിഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര തന്നെ നമ്മൾ സമയം ഈ കാറിലിരിക്കാൻ പോവുകയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ ജീപ്പിലൊക്കെ കയറി ആ ഒരു ഹിൽ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഓഫ് റോഡാണ്. അപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയായിരുന്നു. അപ്പം ഞാൻ പല കാര്യങ്ങളും ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനായിട്ട്. കാരണം ഭംഗി കണ്ടിട്ട് ഫോണും വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ തുത്തുക്കുട്ടിയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല, അവനിതൊന്നും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു എന്ത് പറ്റിയതാണ് എന്ന് അറിയാത്തത് കാരണമുള്ള ഒരു പ്രയാസം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടനും ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചു റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ തണുപ്പ് കാരണം കൊണ്ടാണ് ഞങ്ങൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റിവർ കണ്ടോ, അത് കാണുമ്പോൾ അടിയിലുള്ള കല്ലുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വളരെ ആഴം കുറവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇങ്ങനെ ഒരു റിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടി കുളിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്ര ഭംഗിയായിരുന്നു ആ ഒരു റിവർ കാണാനായിട്ട്. പക്ഷേ തണുപ്പ് കാരണം കൊണ്ട് ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് ഈ ജീപ്പിൽ നിന്ന് തന്നെ ഇറങ്ങാൻ തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് തണുപ്പായിരുന്നു. അപ്പോൾ ഏട്ടൻ ആ വഴിയിലെത്തിയപ്പോൾ ഒരു നല്ലൊരു സ്പോട്ട് കണ്ടപ്പം ആ ചേട്ടനോട് പറഞ്ഞു ഒന്ന് നിർത്തിക്കോളാൻ. ആ ചേട്ടന് വളരെ നല്ലൊരു ആളായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ആൾ റീൽസൊക്കെ എടുക്കുന്ന പോലെ വളരെ നല്ല ഭംഗിയിലൊക്കെ എടുത്തു തന്നു കേട്ടോ. പിന്നെ നമുക്കാണെങ്കിൽ ഉണ്ടല്ലോ ഗ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഒരു മടി തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ തുത്തുക്കുട്ടിക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ആൾക്കൊന്നിനും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏട്ടൻ എന്നോട് പറയാം മാക്സിമം എടുത്തോ ഫോട്ടോസും വീഡിയോസും ഒക്കെ, അത്ര ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഫോണിൽ എത്ര ഒരു ഭംഗി അതിൻ്റെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ ആ ഒരു വെതറും എല്ലാം കൊണ്ടും വളരെ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വണ്ടി പോകുന്നത് വെള്ളത്തിലൂടെയാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ ആണെങ്കിൽ അത്രയും ആഴം, വളരെ ചെറിയ അരുവിയായിട്ട് ആണല്ലോ. അപ്പം അതിലിറങ്ങി കളിക്കാനൊക്കെ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ജീപ്പിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തണുപ്പായിരുന്നു കേട്ടോ. പിന്നെയല്ലേ ഈ വെള്ളത്തിൽ നമ്മൾ കൈകൊണ്ട് പോലും തൊടില്ല, അത്രയ്ക്കും ഐസായിട്ടുള്ള വാട്ടറാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷേ അവിടെ ആളുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ അത്ര അധികം ആളുകളൊന്നും ആ ഭാഗത്തൊന്നും താമസിക്കുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ ഓരോരോ വീടും ഓരോരോ ആളുകളെയൊന്നും പുറത്തേക്കേ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങളൊരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നത് കണ്ടു കേട്ടോ. വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഞാൻ ഓർക്കുകയാണെ ഇത്രയും തണുപ്പിൽ ഇതെന്താ ഐസ് ആവാത്തതെന്ന്. കാരണം കൈ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോണിൽ പ്രസ് ചെയ്യുമ്പോഴൊക്കെ കൈ ഫ്രീസ് ആവുന്നുണ്ടായിരുന്നു. സോക്സിന്ന് കൈ പുറത്തേക്ക് എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. തുത്തുകുട്ടിക്കാണെങ്കിൽ തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മ എനിക്ക് മാസ്ക് തരൂ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി തുത്തുകുട്ടിക്ക് എന്തോ ഉള്ളിലൊരു പനി വരുന്നുണ്ട് എന്നുള്ളത് ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അധികം അവനെയും കൊണ്ട് നമ്മൾ പുറത്തങ്ങനെ നിന്നില്ല, പെട്ടെന്ന് തന്നെ ജീപ്പിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ അതിനിടയിൽ അവിടെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കുന്ന 2 സ്ത്രീകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഒരു കട്ടൻ ചായ ഒക്കെ വാങ്ങിച്ച് ഞാൻ തുത്തുക്കുട്ടിയെ ചൂടോടുകൂടെ കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
തുത്തുക്കുട്ടി സാധാരണ രീതിയിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ തണുപ്പ് കൂടിയിട്ട് അവൻ എൻ്റെ കോട്ടും കൂടി എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഉള്ളിൽ നിന്ന് പനി വരുന്നതിൻ്റെ ഒരു സിംറ്റം ആയിരിക്കാം ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കോട്ടും കൂടി അവനിട്ട് കൊടുത്തിട്ടാണ് പുറത്തേക്ക് ഇറക്കിയത് കേട്ടോ. അവനത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ കാണാതിരിക്കുന്നത് എങ്ങനെയാണ്, നല്ല ഭംഗിയില്ലേ. ഇതൊന്നും നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും കാണാത്തൊരു അത്ഭുത കാഴ്ചയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ഏട്ടനോട് പറയുമായിരുന്നു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണമെന്ന്. അപ്പോൾ ഏട്ടനും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെയൊന്നും പോകാത്തത് കൊണ്ടായിരിക്കാം മേ ബി നമ്മൾ ഇങ്ങനെ ഒരു തണുപ്പുള്ള സ്ഥലങ്ങളിലോ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പം UAE അത്യാവശ്യം ഇപ്പോൾ തണുപ്പാണ്, പക്ഷേ ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള ഭംഗിയൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഭംഗിയായിട്ടുള്ളൊരു പിന്നെ ഒരുപാട് അനിമൽസിനെയും ഒക്കെ നമ്മൾ ആ ഒരു ഏരിയയിൽ കണ്ടു കേട്ടോ. ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളൊക്കെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആടിനെയും പശുവിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയിലൊരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ടൻ ചായ ചൂടുള്ളത് ഞാൻ തുത്തുക്കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് തുത്തുക്കുട്ടി പറഞ്ഞു അവന് വ്ളോഗ് ചെയ്യണം എന്ന്. അവൻ ആക്ച്വലി ഒരു ഫോണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ജോർജിയയിൽ എത്തിക്കഴിഞ്ഞാൽ ആൾ വ്ളോഗ് ചെയ്യുന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ജീപ്പിൽ നിന്നിരുന്ന് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആളെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വ്ളോഗൊക്കെ ചെയ്യിപ്പിക്കുകയായിരുന്നു കേട്ടോ. ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവന് തണുപ്പ് കാരണം നമ്മൾ ഏട്ടൻ പുറത്തിറങ്ങി എങ്കിൽ പോലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയില്ല. തുത്തുക്കുട്ടിക്ക് അത്ര ഒരു ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് അവിടെ വെച്ച് തുത്തുക്കുട്ടിക്ക് ഇങ്ങനെ ചെറിയ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഞാൻ അവനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് മൈക്കൊക്കെ എടുത്ത് കൈ കൊടുത്തിട്ടോ, അവരെന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ എന്ന് ഓർത്തിട്ട്. ഇന്ന് ഞാൻ ഇവിടെയാണ് വന്നിരിക്കുന്നത്. രാവിലെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറെ സ്നോകളൊക്കെ കണ്ടു. പിന്നെ എല്ലാ ദിവസത്തിനും കുറച്ച് നേരത്തിന് ഇവിടെ ഞാൻ ഇവിടെ നിൽക്കും. എന്നിട്ട് ഞാൻ പോവും നെക്സ്റ്റ് വീക്കിന്. ഓക്കെ, എന്നാലും ബൈ. കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ. അങ്ങനെ നമ്മൾ നമ്മുടെ കാറിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ടിഡോ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാറിൽ കയറിയിട്ട് തുത്തുക്കുട്ടി അപ്പോൾ തന്നെ മടിയിലേക്ക് കിടന്നു കേട്ടോ. ഞാൻ അവനെ ഫുൾ കവർ ചെയ്തിട്ടാണ് മടിയിലൊക്കെ കിടത്തിയിട്ടുണ്ടായിരുന്നത്, ആൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവൻ ഓൾറെഡി അതിൻ്റെ സിംറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ടിബ്ലിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരു 5-6 hours ജേർണി ഉണ്ടെന്നാണ് ടിഡോ പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി ഒരു 3 മണി 4 മണിയൊക്കെ ആയ സമയത്തെ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര ഇരുട്ടായി. കുറേ ദൂരം നമ്മൾ ഇനി ഇങ്ങനെ ഇതേ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കേണ്ടതെന്നാണ് ടിഡോ പറഞ്ഞത് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ഫുൾ സ്നോ ആണ്. 2 സൈഡിലും നിറയെ സ്നോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു തുടക്കത്തിലൊക്കെ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയെങ്കിലും ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു ഈ ഒരു സ്ഥലത്തുള്ള ആളുകൾ ശരിക്കും അവരുടെ ലൈഫ് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്നുള്ളത്. കാരണം ഇതിൻ്റെ ഇടയിൽ പല സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, ഫുൾ സ്നോ വീണ് ആകെ സ്നോഫോളൊക്കെ ആയി. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ആളുകളൊക്കെ എങ്ങനെയായിരിക്കും. അപ്പോൾ കറണ്ടൊക്കെ പോയിട്ട് ഒത്തിരി നാളായി, 4-5 ദിവസമായി കറണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി, ഒന്ന് ഫ്രഷായി നമുക്കിനി ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് വേണ്ട വൈനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഫ്രഷായിട്ട് അവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ തുത്തുക്കുട്ടി, പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ തുത്തുക്കുട്ടിക്ക് പാരസെറ്റമോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് അപ്പോൾ ഒന്ന് ഓക്കെ ആയി. അപ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോയി. പക്ഷേ നമ്മുടെ ടൈപ്പ് ഫുഡൊന്നും അവിടെ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ തുത്തുക്കുട്ടിക്ക് ഫ്രൈഡ് റൈസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ ഒരു പാർട്ടിയോ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പാട്ടും ആരവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതൊക്കെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നമ്മുടെ റൂമിലേക്ക് തന്നെ പോയി. അപ്പോൾ നമുക്ക് അവിടുന്ന് വേറെ ഹോട്ടലിൽ വേറെയും റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ റൂമിലേക്ക് ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് തന്നെ പോയി കേട്ടോ. പക്ഷേ അതെനിക്ക് വീഡിയോയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തുത്തുക്കുട്ടി ആകെ സിക്കായി കേട്ടോ. അങ്ങനെ പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റൂമിലേക്ക് എടുപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടല്. രമതയിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. തുത്തുക്കുട്ടി ഏട്ടനും ഉറങ്ങുക തന്നെ ആയിരുന്നു കേട്ടോ. അവർ രാവിലെ എണീറ്റൊന്നുമില്ല. ഏട്ടനും അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ 2 പിന്നാണ്. അപ്പം ഞാൻ റിസപ്ഷനിൽ പോയി ഒരു ചാർജറിൻ്റെ ഒരു സോക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. അഡാപ്റ്ററൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റൂമിലേക്ക് അവർ കൊണ്ടുതരിക ചെയ്തത്. അതിന് പോലും ഏട്ടൻ തുത്തുക്കുട്ടിയൊന്നും എണീറ്റില്ലായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ദിവസം ടിഡോ താഴെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടിഡോയോട് പോയി പറഞ്ഞു, ഇന്നിപ്പോൾ എന്തായാലും പുറത്തേക്കൊന്നും ഇറങ്ങുന്നുണ്ടാവില്ല. കാരണം തുത്തുക്കുട്ടി ഓൾറെഡി സിക്കായി, പനിയായി. ഏട്ടനും അതേ ഭയങ്കരമായിട്ട് ടയേർഡാണ്. അപ്പോൾ അവരിവിടെ രാവിലെ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ അവരോട് കുറച്ച് എടുത്ത് റൂമിലേക്ക് തരാൻ പറഞ്ഞു. കാരണം തുത്തുക്കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർ ഒത്തിരി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് റൂമിലേക്ക് കൊണ്ടു തന്നു കേട്ടോ. ഇത്രയും ഫുഡൊക്കെ എടുത്തെങ്കിൽ പോലും ഇവർ രണ്ടുപേരും പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല കേട്ടോ. രണ്ടുപേരും അതെ അങ്ങനെ അവിടെ കിടന്നു. അപ്പം തുത്തുക്കുട്ടി അതെ ഞാൻ എണീക്കെന്ന് പറഞ്ഞെങ്കിൽ പോലും ആള് ഫുള്ള് കിടക്കുക എന്നുള്ളൊരു മൂഡിൽ തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കും അതൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. എന്തു പറ്റി, നമ്മളിപ്പോൾ ഒരു ട്രിപ്പൊക്കെ വന്നിട്ട് നമ്മളിവിടെ കിടക്കാനല്ലല്ലോ വന്നത്. പിന്നെ ഞാൻ മെഡിസിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തുത്തുക്കുട്ടിക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആള് ഒന്നിനോടും ഓക്കെ ആയിരുന്നില്ല കേട്ടോ. പിന്നെ റൂമിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ നിൽക്കുന്നത് കണ്ടു. പക്ഷേ അതിലൊക്കെ ഫ്രൂട്ട്സും ഉണ്ട്. പക്ഷെ അതൊന്നും ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പെർസിമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രൂട്ടാണ് ധാരാളമായിട്ട് ഞാൻ ജോർജിയയിൽ കണ്ടത് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് റൂമിലേക്ക് വരുന്ന വഴിക്ക് കംപ്ലീറ്റ് ആ ഒരു ട്രീ ആയിരുന്നു കേട്ടോ. പെർസിമൺ ഫ്രൂട്ട് ആയിരുന്നു. അപ്പോൾ ടിഡോയോട് ഞാൻ പറഞ്ഞു അവിടെയൊക്കെ നിർത്തി എനിക്ക് വീഡിയോ ഫോട്ടോ എടുക്കണമെന്ന്. പക്ഷേ ടിഡോ എന്നോട് പറഞ്ഞു അതിൻ്റെ നല്ല ഭംഗിയുള്ള സ്ഥലം ഇവിടെ വേറെ ഉണ്ട്, നമുക്ക് ഇത് പോകുന്നതിന് മുൻപ് അവിടെ പോയി എടുക്കാം. ഒത്തിരി അനാറും പിന്നെ ഓറഞ്ചും എല്ലാം നിൽക്കുന്ന ഒരുപാട് ഫാമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ റോഡിൽ നിന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ റോഡ് മൊത്തം ഈ പെർസിമൺ ഫ്രൂട്ടും അനാറും കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഈ ഫ്രൂട്ട്സ് ഒക്കെ താഴെ വീണ് കിടക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ ആരും തന്നെ ഇതൊന്നും കഴിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും തണുപ്പാണല്ലോ. അങ്ങനെ ദേ ഏട്ടനും ഡോറൊക്കെ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാരണം നമ്മളിപ്പം അവിടെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഈ റൂമിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ നമുക്കൊരു ബോറിംഗ് ആണ്. പിന്നെ തുത്തുക്കുട്ടി ഓക്കെയും അല്ല. അപ്പോൾ മാനസികമായി നമ്മൾ രണ്ടുപേരും കുറച്ച് ഡള്ളായി. പിന്നെ ഏട്ടനും ഓക്കെ അല്ല. സോ ഞാൻ ആകെ പെട്ടുപോയി ഗൈസ്. രാത്രി ആയപ്പോഴും അതെ തുത്തുക്കുട്ടി ആ ഒരു ഇരിപ്പ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഏട്ടനാണെങ്കിലും കിടക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ട് ഓക്കെ ആവുന്നേ ഇല്ല കേട്ടോ. രണ്ടുപേരും അതെ ഫുള്ളിങ്ങനെ ടയേർഡായിട്ടിരിക്കുകയാണ്. പിറ്റത്തെ ദിവസമായപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും റൂമിൽ ഇങ്ങനെ ഞാൻ മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ആള് ഓക്കെ ആവുന്നില്ല, ഫുഡും കഴിക്കുന്നില്ല. അപ്പോൾ കുറച്ച് ഡീഹൈഡ്രേഷനും കുറച്ച് ടയർഡ്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടിഡോയെ വിളിച്ചു. നമ്മളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ. അവിടെയാണെങ്കിലുണ്ടല്ലോ അവർക്ക് ജോർജിയൻ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ കേട്ടോ. നമ്മുടെ ഒരു ലാംഗ്വേജും അവർക്കറിയില്ല. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ അത് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് അവരത് ഊഹിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം മോന് വയറുവേദന ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ നിന്ന് അവർ സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്തു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവർ കുറച്ച് മെഡിസിനൊക്കെ കൊടുത്തപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തപ്പോൾ ആൾ ഓക്കെ ആയി. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് UAE തിരിച്ചു പോകാം. കാരണം ഹോസ്പിറ്റലിൽ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്താ ചെയ്യുന്നത് പറയുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പറയുന്നുട്ടോ അവർക്കും മനസ്സിലാവുന്നില്ല കേട്ടോ. അവർക്ക് അവരുടെ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തു.
UAE തിരിച്ച് ടിക്കറ്റ് എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അവിടെ വിളിച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. അവർ കഞ്ഞിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു കേട്ടോ. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ആ കഞ്ഞിക്കടയിലേക്ക് എത്താൻ വേണ്ടി തന്നെ ഓൾമോസ്റ്റ് 1.5 hours എടുത്തു കേട്ടോ. അത്രയും ട്രാഫിക്കും ഉണ്ട്. സോ നമ്മൾ അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 6-7 ഒക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഹോട്ടലിലെത്തി ചെക്ക് ഔട്ട് ചെയ്തു കേട്ടോ. ഇത് ഹോട്ടലിലെ ക്രിസ്മസ് ഡെക്കറേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന സമയത്തൊന്നും നമുക്ക് അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പോവാറായപ്പോഴേക്കും തുത്തുക്കുട്ടി കുറച്ച് ഓക്കെ ആയി. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താണ് കേട്ടോ. പിന്നെ എയർപോർട്ടിൽ എത്തിയപ്പോൾ ആൾ കുറച്ച് ഓടിക്കളിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ തിരിച്ച് ഹോട്ടലിൽ നിന്ന് ഈ കുട്ടേസി എയർപോർട്ടിലേക്ക് 5-6 hours ജേർണി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ എത്തിയപ്പോഴേക്കും ആൾ കുറച്ചൊക്കെ ഓക്കെ ആയി, കഞ്ഞിയൊക്കെ കുടിച്ച് ആൾ ബെറ്ററായി. അവനിങ്ങനെ ഓടിക്കളിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നമ്മൾ ട്രിപ്പൊക്കെ വന്ന് അതൊക്കെ ആകെ പ്രോബ്ലം ആയെങ്കിലും അതിൻ്റെ എല്ലാ ഒരു വിഷമവും മാറിയത് തുത്തുക്കുട്ടി ഇങ്ങനെ ഓടിക്കളിച്ചപ്പോഴാണ് കേട്ടോ. അപ്പോൾ തുത്തുക്കുട്ടി കുറേ നാളായി പറയുന്നു ഒരു സെർവൈക്കൽ പില്ലോ വേണം, അവന് ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ആൾ കുറച്ച് ഓക്കെ ആയപ്പോൾ എയർപോർട്ടിൽ ഈ ഒരു ഷോപ്പ് കണ്ടപ്പോൾ അവൻ അതും കൂടെ പോയി, മിനി സൂക്കിൻ്റെ ഷോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അവരതും കൂടെ പോയി വാങ്ങിച്ചു. അപ്പോൾ തുത്തുക്കുട്ടി എന്ത് പറഞ്ഞാലും ആ ഒരു സമയത്ത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. കാരണം അവനപ്പോൾ അത്രയും ടയേർഡൊക്കെ ആയി പെട്ടെന്നൊന്നും ഓക്കെ ആയ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അവൻ കളറൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി വീട്ടിൽ കളറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ വേണ്ടാന്ന് പറഞ്ഞിട്ടും ആള് കേൾക്കാണ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ട്രിപ്പൊക്കെ ഇവിടെ തീരുകയാണ് കേട്ടോ. നമ്മൾ ഫ്ലൈറ്റ് ഒത്തിരി ഡിലേ ആയിരുന്നു. ഫ്ലൈറ്റിലൊക്കെ കയറി അബുദാബിയിൽ നമ്മൾ തിരിച്ച് സേഫായി ലാൻഡ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ വേറെ ഹോസ്പിറ്റലൊക്കെ പോയി തുത്തുക്കുട്ടിയെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു കുറച്ച് നാൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ മോന് പനിയും വയറുവേദനയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ടൈം എടുത്തു കേട്ടോ അതൊന്ന് റിക്കവറായി വരാൻ. അതുകൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് ഡിലേ ആയത്. ഓൾറെഡി നമ്മളൊരു 1 month ബാക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലൂടെ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ എത്ര പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല, മുകളിലിരിക്കുന്ന ആളും കൂടെ അത് ഒരു പ്ലാനിങ്ങിലും അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ എത്തണം എന്നുള്ളത് ഞങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടാൻ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളത് അറിയാം, ഭയങ്കര വിഷമവും വേദനയൊക്കെ നിറഞ്ഞൊരു ട്രിപ്പായിരുന്നു. എന്നാൽ പോലും ഞങ്ങൾ വെരി സൂൺ ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ എന്തായാലും ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.